നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സപ്പിനകത്ത് വന്നിരിക്കുന്ന ഒരു പുതിയ അപ്ഡേറ്റ് ആണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. നമുക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇത്തരത്തിൽ അത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളിപ്പോൾ എവിടെയാണ് ഉള്ളത്, അല്ലെങ്കിൽ അയാൾ ട്രാവലിങ്ങിലാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫുഡ് കഴിക്കുകയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേഗത്തിൽ അറിയാൻ സാധിക്കും. അത്തരത്തിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. വാട്സപ്പ് കൊണ്ടുവന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൻ്റെ ഏറ്റവും മുകളിൽ നമുക്ക് 3 ഡോട്ട് കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ചില വാട്സപ്പിനകത്ത് നമുക്ക് പ്രൊഫൈലായിരിക്കും കാണാൻ സാധിക്കുക. ആ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സെറ്റിങ്സിലേക്ക് എത്താൻ സാധിക്കും. ഞാനിവിടെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഇവിടെ സെറ്റിങ്സ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമ്മൾ വാട്സപ്പിൻ്റെ സെറ്റിങ്സിലേക്ക് എത്തി കഴിഞ്ഞാൽ നമുക്കിവിടെ വാട്സപ്പിൻ്റെ ഏറ്റവും മുകളിൽ അവസാന ഭാഗത്ത് ചില വാട്സപ്പിനകത്ത് ഒരു പ്ലസ് ബട്ടൺ കാണും. ഇവിടെ എൻ്റെ വാട്സപ്പിനകത്ത് ഒരു ഗ്രീൻ ബട്ടൺ താഴെ ഭാഗത്തേക്കാണ് കാണുന്നത്. അതിന് തൊട്ടടുത്തായിട്ട് ഒരു QR കോഡ് കാണും. ഇതായി QR കോഡ്. അപ്പോൾ 2 ഫീച്ചർ തൊട്ടടുത്തുണ്ട്. ഇതൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തതാണ്. പക്ഷേ ഇവിടെ ഇതല്ല നമ്മുടെ വിഷയം. ഇവിടെ നമ്മുടെ പേര് അല്ലെങ്കിൽ നമ്മുടെ നമ്പറിന് നേരെ താഴെ വാട്ട് ഈസ് ഹാപ്പൻ എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇതാ ഒരു ചെറിയൊരു പച്ച ബട്ടണിലൊരു ടെക്സ്റ്റ് കാണാൻ സാധിക്കും. അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണാൻ നിൽക്കുന്നത് നിങ്ങളുടെ മൂഡ് എന്താണെന്ന് ടൈപ്പ് ചെയ്യാൻ. നിങ്ങൾ ഏത് മൂഡിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ട്രാവലിംഗ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഫുഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ സ്ലീപ്പ് എന്നാണെങ്കിൽ സ്ലീപ്പ് എന്ന് ടൈപ്പ് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ എടുക്കുന്ന ഒരാൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ ഏറ്റവും മുകളിൽ നിങ്ങളുടെ ഫോട്ടോ കാണുന്നതിന് തൊട്ട് മുകളിലായിട്ട് നിങ്ങളിവിടെ എന്താണോ ടൈപ്പ് ചെയ്തത് അയാൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് ആരെങ്കിലും ചാറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങുകയാണ് എന്ന് ടൈപ്പ് ചെയ്ത് ഐ ആം സ്ലീപ്പിംഗ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാൻ പോകുന്ന വ്യക്തിക്ക് നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ ഏറ്റവും മുകളിൽ തന്നെ ഐ ആം സ്ലീപ്പിംഗ് എന്ന് എഴുതി കാണിക്കും. അതുകൊണ്ട് തന്നെ അയാൾ മെസ്സേജ് അയക്കുന്നത് പിന്നീട് സമയത്തേക്ക് മാറ്റി വെക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ മൂഡ് എന്താണ്, നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് കൃത്യമായി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും നമ്മുടെ ഫ്രണ്ട്സിനെ. ആ ഒരു ഫീച്ചറാണ്, വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ ഞാൻ ഏറ്റവും മുകളിൽ ഈ ഒരു ഒഴിഞ്ഞ ഭാഗത്ത് കുറേ ഓപ്ഷൻസുകൾ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. കാണാൻ സാധിക്കും ട്രാവലിംഗ്, അതുപോലെ തന്നെ എക്സൈറ്റഡ്, ഹാങ്ങിങ് വിത്ത് ഫ്രണ്ട്, അതുപോലെ തന്നെ സ്ലോ ആൻഡ് റെസ്പോണ്ട് എന്നുള്ള ഓപ്ഷനെ കാണാൻ സാധിക്കും. താഴെ കാണുന്ന ഏതെങ്കിലും ഓപ്ഷൻ ആണെങ്കിൽ ജസ്റ്റ് അതിനകത്ത് ക്ലിക്ക് കൊടുത്താൽ മതി. കാണാൻ സാധിക്കും മുകളിൽ അത് ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇനി അതല്ല ഇതിനകത്ത് മറ്റേതെങ്കിലും വിഷയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് സ്ലീപ്പിംഗ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇമോജികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. സ്ലീപ്പിംഗ് എന്ന് ടൈപ്പ് ചെയ്ത് ഇപ്പോൾ ഇവിടെ താഴെ നിങ്ങൾക്ക് അങ്ങനെ ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ എവരി വൺ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആരൊക്കെ കാണണം എന്ന് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ മൂഡ് ടൈപ്പ് ചെയ്തു, ഞാൻ ട്രാവലിങ്ങിലാണ് അല്ലെങ്കിൽ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് ആരൊക്കെ കാണണം എന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. എവരി വൺ എന്നുള്ളടത്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും നിങ്ങളുടെ വാട്സപ്പ് നമ്പർ കിട്ടിയ ആളുകളൊക്കെ ഓപ്പൺ ചെയ്ത് ചാറ്റ് ചെയ്യാൻ ശ്രമിക്കും, അവർക്കൊക്കെ ഇത് കിട്ടും. രണ്ടാമത്തെ ഓപ്ഷൻ മൈ കോൺടാക്ട്സ്, നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന നമ്മുടെ കോൺടാക്റ്റിലുള്ള വ്യക്തികൾക്ക് മാത്രം ഈ മെസ്സേജ് കണ്ടാൽ മതിയെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. മൈ കോൺടാക്റ്റ് അക്സെപ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ പ്രത്യേകം തിരഞ്ഞെടുത്ത വ്യക്തികൾ നമ്മളതിനകത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്ത് ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ആരൊക്കെയാണോ സെലക്ട് ചെയ്ത് ആ വ്യക്തികൾക്ക് മാത്രം നമ്മുടെ മൂഡ് അറിയാൻ സാധിക്കും. നാലാമത്തെ ഓപ്ഷൻ നോബഡി എന്നുള്ളതാണ്. നമ്മൾ ഇത്തരത്തിൽ മൂഡ് സെറ്റ് ചെയ്താൽ അത് ആരും കാണേണ്ട, ഞാൻ സ്വന്തമായി ആസ്വദിച്ചാൽ മതി എന്നാണെങ്കിൽ നമുക്ക് നോബഡി എന്ന് കൊടുക്കാം. ഇതുകൊണ്ട് ഒരു കാര്യവുമില്ല, നോബഡി കൊടുത്താൽ ആർക്കും കാണാൻ സാധിക്കില്ല. ഇവിടെ എവരി വൺ എന്നാണെങ്കിൽ നിങ്ങളുടെ കോൺടാക്റ്റിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കോൺടാക്റ്റ് നമ്പർ കിട്ടുന്ന ആളുകൾക്കൊക്കെ നിങ്ങളുടെ മൂഡ് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അതുപോലെ തന്നെ നമ്മൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡ്യൂറേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഡ്യൂറേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് എത്ര സമയം വരെ ആ ഒരു മൂഡ്, നമ്മൾ ട്രാവലിങ്ങിലാണെങ്കിൽ എത്ര മണിക്കൂർ വരെ യാത്ര ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ സ്ലീപ്പിലാണെങ്കിൽ ഞാനിപ്പോൾ 1 മണിക്കൂറാണ് ബ്രേക്ക് ടൈമിൽ ഉറങ്ങുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇവിടെ വേണമെങ്കിൽ 1 അവർ, 8 അവർ, 2 അവർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, 2 ഡേയ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് എത്ര സമയത്തേക്കാണ് നിങ്ങൾ ഉറങ്ങുന്നത് അതുകൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയമാകുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത സമയമാകുമ്പോൾ നമ്മൾ നേരത്തെ മുകളിൽ കൊടുത്ത ആ ഒരു മൂഡ് ഓട്ടോമാറ്റിക്കായി ഡിലീറ്റ് ആയി പോകും. അതുകൊണ്ട് തന്നെ പിന്നെ ആ സമയം കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യുന്ന ആളുകൾ കാണാൻ സാധിക്കില്ല. ഇനി നിങ്ങൾക്ക് സമയം ഇവിടെ താഴെ കസ്റ്റം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട സമയം ഏതാണെന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾ താഴെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഏറ്റവും അവസാനം ഈ ടിക്ക് മാർക്ക് കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മറ്റൊരു സുഹൃത്തുക്കളെ അറിയിക്കാൻ സാധിക്കും. വളരെ യൂസ്ഫുള്ളാണ്. വാട്സപ്പിനകത്ത് വന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫീച്ചറാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.